നമസ്കാരം പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 36-ാം ഡിവിഷനിൽ അവിടുത്തെ കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വിശകലനം ചെയ്തത്. അവിടുത്തെ കൗൺസിലർ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ കോൺഗ്രസുകാരനായ മൻസൂർ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടും പാലക്കാട്ടെ മുൻ MLA യും ഇപ്പോൾ വടകര MP യുമായ ഷാഫി പറമ്പിലുമായിട്ടും വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാർഡിലെ കുടുംബശ്രീ ഉദ്ഘാടന കർമ്മം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചു. അവിടെ എല്ലാ പാർട്ടിയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. മറ്റൊന്ന് കൂടിയുണ്ട്. ഈ മാസം 5-ാം തീയതി പാലക്കാട് നിന്നും ബാംഗ്ലൂരിലോട്ട് സർവീസ് ചെയ്യുന്ന AC ബസ്സിന്റെ KSRT ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും അതിന്റെ ഉദ്ഘാടനവും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചിരുന്നു. അങ്ങനെ പാലക്കാട് മണ്ഡലത്തിൽ, തന്റെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിക്കുന്ന 2ാമത്തെ പൊതുപരിപാടിയുടെ ഉദ്ഘാടനമായിട്ട് ഇത് നമുക്ക് കണക്കാക്കാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളിൽ നിന്ന് CPM-ഉം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ CPM-നേക്കാൾ ശക്തമായ BJP-യും പിന്മാറുന്നു എന്ന ഒരു വിശകലന മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അതായത് പാലക്കാട്ടത്തെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, പൊതുപരിപാടികൾ പങ്കെടുപ്പിക്കുന്നു. അപ്പോൾ ഇനി പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന ഒരു യാഥാർത്ഥ്യം CPM-ഉം BJP-യും മനസ്സിലാക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശകലനമായി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ സജീവമാകുന്നു. ആദ്യം അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നു. അവിടെ ചില സ്വകാര്യ പരിപാടികൾ, മരണം അതുപോലെയുള്ള ചില സ്വകാര്യ പരിപാടികൾ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം അതിന്റെ MLA ഓഫീസ് സന്ദർശിക്കുന്നു. അവിടെയുള്ള ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ ഒക്കെ ഒരു മനസ്ഥിതി മനസ്സിലാക്കുന്നു. അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ലക്ഷ്മിയമ്മ എന്ന് പറയുന്ന ഒരു വയോധിക സ്ത്രീ, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടത്തിയ വഴിപാടുകൾ, നേർച്ചകൾ, അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യവും യാഥാർത്ഥ്യവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അവരെ പോയി കണ്ടിരുന്നു. അങ്ങനെ ആ പ്രദേശത്തെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെയും കേരളത്തിലൊട്ടോളമുള്ള ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു നിരപരാധത്തിൽ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി CPM-ഉം BJP-യും ഉൾക്കൊള്ളുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശകലനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണ്ഡലത്തിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകണ്ട എന്ന ഒരു തീരുമാനത്തിൽ ഇപ്പോൾ BJP-യും CPM-ഉം എത്തുന്നു എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നാൽ അവിടെ മത്സരിക്കുവാൻ കുപ്പായം തുന്നിച്ചിരുന്ന പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJP നേതാവ്, അദ്ദേഹവും ഇപ്പോൾ പ്രക്ഷോഭ പരിപാടികളിൽ നിന്ന് പിന്നോക്കം പോകുന്നുണ്ട്. അദ്ദേഹം നല്ല മസിലൊക്കെ ഉള്ള ഒരാളാണ്, മസിലുണ്ട്, ഗ്ലാമറുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാനോ വിശകലനം ചെയ്യാനോ ഒന്നും ശക്തിയും കഴിവുമില്ലാത്ത ഒരാളാണ്. അദ്ദേഹവും ഇപ്പോൾ ഈ ഇത്തരം പ്രക്ഷോഭ പരിപാടികളിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്ന വലിയ യാഥാർത്ഥ്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക്, പൊതുമണ്ഡലത്തിലേക്ക് തിരികെ വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ അന്ത്യം പ്രവചിച്ച ആൾക്കാർ ഇപ്പോൾ ഇടിയിട്ടേറ്റതുപോലെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമായി ഈ അവസരത്തിൽ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.